ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറച്ചധികം കാലം യൂട്യൂബിലേക്ക് പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് വ്ളോഗ് എന്ത് വേണമെങ്കിലും പറയാം. ഞാനും അനിയത്തിയും കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ പുറത്തേക്ക് പോവാണ്. ആൻഡ് ഇപ്പം തന്നെ 2 മണി ആവാനായി. ഇവിടെ ഇപ്പം വൈകുന്നേരം ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര മഴ, ഇടി, മിന്നൽ എല്ലാം ഉണ്ട്. ഒരുപാട് ലേറ്റ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഒരു 5 മിനിറ്റേ ഉള്ളൂ റെഡി ആവാൻ. ഇന്നത്തെ എൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്. സൗണ്ടൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. എൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കൊന്ന് എവിടെയായിരുന്നു, പാളയം പച്ചക്കറി മാർക്കറ്റിൽ എനിക്കൊന്ന് പോകണം. ബിക്കോസ് അതിപ്പം ഒഴിവാക്കാൻ പോവാണല്ലോ. അപ്പം കോഴിക്കോടിൻ്റെ ആ ഒരു പഴയ സ്റ്റൈൽ ഇപ്പോഴും നിലനിൽക്കുന്നത് നമ്മുടെ ആ ഒരു പച്ചക്കറി മാർക്കറ്റിൻ്റെ ആ ഭാഗത്താണ്. അപ്പം അത് ഒഴിവാക്കുമ്പം ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ എപ്പോഴും പോകുന്നതല്ലെങ്കിലും എനിക്ക് അതിലൂടെ പോകുമ്പം അമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടെ അതിലൂടെ കൂടെ പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊന്ന് അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. ബിക്കോസ് അതിന് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എപ്പോഴാണ് അതിനെ കാണാം. ആൻഡ് ഗൈസ്, കഥ പറയുന്നതിനിടയിൽ കൺസിലർ ഇടാൻ മറന്നുപോയി. ഇനി കൺസിലർ ഇട്ട് ഇറ്റ്സ് ഓക്കെ, കൺസിലർ ഇടാം. ഭയങ്കര ഇതായിരുന്നു. ശാസ്താപുരി ഹോട്ടൽ, അനകാപുരി ഹോട്ടൽ, മഹാറാണി വിത്ത് ബാർ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ആകെ അമ്മേൻ്റെ കൂടെ ഒരു തവണയാണ് ഇവിടെ വന്നത്. ഇതുവരെ ഇവിടെ എത്രയോ തവണ വന്നിട്ടുണ്ട്, പക്ഷേ ഈ വെജിറ്റബിൾ മാർക്കറ്റിൽ ഞാൻ ഇതുവരെ പോയില്ല. അതെ, ഞാൻ ആകെ വന്നത് അമ്മേൻ്റെ കൂടെ ഒരു തവണ. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ കൂടി പോയിട്ട് എന്തായി, ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിപ്പോകും. അതെ, അവരോരോന്ന് പറയുമ്പോൾ ഞങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിപ്പോകും. അത് ഞാൻ കൊണ്ട് അതിൽ നിന്ന് അല്ല, ഞാൻ പലതും മേടിച്ചാൽ ആവശ്യമില്ലാത്ത പലതും. അവിടുത്തെ ആൾക്കാർ ഉള്ളി വേണോ, അത് ക്യാരറ്റ് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ 3 എടുക്കണോ? ഞാൻ കാണിച്ചെന്ന് എടുത്തോ, അതെടുക്കും. ഇത് 3 ഒരു സീരീസ് പോലെ.
ഇത് അത് 3 എടുക്കണം. ഇത് മാത്രം എടുത്തിട്ട് പിന്നെ വന്നത് അത് 3 എടുത്തോ. ഞാൻ ഇത്രയും ബുക്ക് വാങ്ങിക്കാൻ പോവാണ്. ഇനി ഇവിടെ നിന്ന് ഇനി ഞാൻ ബുക്ക് വാങ്ങിക്കും. പക്ഷെ ഇത്ര മതി. പരിപാടി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ മേടിച്ച ബുക്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇന്ന് മേടിച്ച ബുക്സ്. ഞാൻ എപ്പോഴും ആര്യ ബുക്സ് എന്നാണ് ബുക്ക് വാങ്ങിക്കാറ്. ഓക്കെ, സോ ഫസ്റ്റ് ബുക്ക് വന്നിട്ട് അറ്റോമിക് ഹാബിറ്റ്. ഇത് ഞാൻ കുറേ കാലമായി വായിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ ഞാനിത് വായിക്കൂ എന്നെനിക്കറിയാത്തത് കൊണ്ട് തന്നെ ഞാനത് വാങ്ങിക്കാതെ വെച്ചു. ബിക്കോസ് ഞാൻ പൊതുവേ ഇങ്ങനത്തെ ടൈപ്പ് ബുക്സ് വായിക്കാറില്ല. പക്ഷേ ഇത് ഭയങ്കര അടിപൊളിയാണ് എന്ന് പലരും പറയുന്നത് കേട്ടു. സോ ഐ തോട്ട് ഒന്ന് വായിച്ച് നോക്കാം. ഇത് ഞാൻ എപ്പോൾ കംപ്ലീറ്റ് ആക്കുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് എനിക്ക് ഈ ടൈപ്പ് ബുക്സിനോട് എന്താ പറയുക, ഞാനൊരു വലിയ ഫാനല്ല. സോ ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ബുക്സ് ഞാൻ കാണിച്ചു തരാം. ഫേവറേറ്റ് ആവാൻ പോകുന്നു. സോ ഒന്ന് ഞാൻ വായിച്ചത് ദ ഫാൾട്ട് ഇൻ അവർ സ്റ്റാർസ്, ദിസ് വൺ. സോ ഇതാണ് എൻ്റെ സെക്കൻഡ് ബുക്ക്. തേർഡ് ബുക്ക് വന്നിട്ട് ദിസ് വൺ, ദ 40 റൂൾസ് ഓഫ് ലവ്, ദിസ് വൺ. ഇതാണ് എൻ്റെ തേർഡ് ബുക്ക്. നെക്സ്റ്റ് വന്നിട്ട് ദിസ് ഈസ് എ ത്രില്ലർ വൺ. ആക്ച്വലി ഞാൻ ത്രില്ലർ ബുക്സ് അങ്ങനെ പൊതുവേ വായിക്കാറില്ല. പക്ഷെ ഞാൻ കരുതി, ഞാൻ എപ്പോഴും റൊമാൻറ്റിക് നോവൽസാണ് വായിക്കാറ്. പക്ഷെ എനിക്ക് ഒരു ബുക്കെങ്കിലും നല്ലതൊരു ത്രില്ലർ വായിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഐ തോട്ട് ഇത് വാങ്ങിക്കാമെന്നുള്ളത്. സോ ദിസ് ഈസ് മൈ ഫോർത്ത് ബുക്ക്. ഇനി വരുന്ന 3 ബുക്സാണ്. ഞാൻ ആക്ച്വലി 3 വാങ്ങിക്കാനാണ് ഞാൻ പോയത്. കുറേ കാലമായി ഞാനിത് വായിക്കണം എന്ന് വിചാരിക്കുന്നു. ദ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ, ദിസ് വൺ. സോ നമുക്കൊന്ന് പൊളിക്കാം. ബാക്കി എല്ലാ ബുക്കും ഞാൻ പൊളിച്ചു. അപ്പം ഈ ഒരു ബുക്ക് വാങ്ങിച്ചു. ആൻഡ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് മീൻസ് ഇത് വായിച്ച് കഴിഞ്ഞിട്ട് വായിക്കാനുള്ള ബുക്കാണ് ഇത്. അല്ല, ഗുഡ് ഗേൾ ബാഡ് ബ്ലഡ്. ഇതാണ് സെക്കൻഡ് വായിക്കേണ്ടത്. സോ ഇതും വാങ്ങിച്ചു. ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് ബുക്കൊക്കെ മേടിക്കാൻ പോയാൽ മതിയല്ലോ. ഓക്കെ,
ദെൻ അതിൻ്റെ തേർഡ് വൺ, ദിസ് വൺ, ആസ് ഗുഡ് ആസ് ഡെഡ്, അതും വാങ്ങിച്ചു. സോ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ ഏതൊക്കെയാണ് നല്ലത് എന്നൊക്കെ, എനിക്കിഷ്ടമായി ഏതൊക്കെയാണ് നല്ലത്. എനിക്ക് തോന്നുന്നു ഇത് 3 എൻ്റെ ഒരു, ഞാൻ എന്തായാലും അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണല്ലോ. സോ ഇതെനിക്കിഷ്ടാവും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് ബുക്ക് മാർക്സ് കിട്ടി ഗൈസ്. ഐ ഗോട്ട് സം ബ്യൂട്ടിഫുൾ ആൻഡ് ക്യൂട്ട് ബുക്ക് മാർക്സ്. ഇത് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ ബുക്കിൻ്റെ അത് വെച്ചിട്ടുള്ളൊരു ബുക്ക് മാർക്കാണ്. ബട്ട് എന്താ ഞാൻ പറയണ്ടേ, ഞാൻ ഈ ബുക്ക് ഇതുവരെ വായിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ഇത് വായിക്കണം എന്ന് വിചാരിക്കും, പക്ഷേ എനിക്കെന്തോ അത് വായിക്കാനുള്ളൊരു ടൈം കിട്ടാഞ്ഞിട്ടല്ല, ഒരു സിറ്റുവേഷൻ ഒത്തു വന്നിട്ടില്ല. പക്ഷേ ഇത്തവണ ഞാൻ പോയപ്പോഴും അത് വായിക്കണം എന്ന് കരുതി, പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല, ഞാൻ അത് വായിക്കാൻ മറന്നുപോയി. സോ ഇത് വായിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ആൻഡ് വെരി ക്യൂട്ട് വൺ. പിന്നെ ദിസ് വൺ ആൻഡ് ലാസ്റ്റ് ദിസ് വൺ. ഈ 4-5 ബുക്ക് മാർക്സ് എനിക്ക് കിട്ടി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ, എനിക്ക് ചിലപ്പം ചില മൂഡിനനുസരിച്ചാണ് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് വരുന്നത്. ഞാൻ മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ഇതുവരെ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജൂണിലോ ജൂലൈയിലോ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ബട്ട് അതെനിക്ക് എന്തായാലും എഡിറ്റ് ചെയ്ത് ഇടണം, കാരണം അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. അതെന്തായാലും എനിക്കൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു വീഡിയോ ആണ്. സോ അതും ഞാനിടും. ഇത് കഴിഞ്ഞിട്ടാണ് അതിടുക എന്നൊന്നും എനിക്കറിയില്ല. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.